എല്ലാവർക്കും പേളാമാസ് ഹോംലി കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വൈകുന്നേരത്തെ ഒരു സ്നാക്കാണ്, അതായത് പപ്പടബോളി. ഇൻഗ്രീഡിയൻസ്: കടലമാവ് 2 സ്പൂൺ, പിന്നെ അരിപ്പൊടി 2 സ്പൂൺ, മുളക് പൊടി കുറച്ച് ആവശ്യത്തിന്, ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി, ഉപ്പ്, കുറച്ച് കായപ്പൊടി, മഞ്ഞൾപ്പൊടി, എള്ള്, കറുത്തെള്ളും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മളത് കലക്കിയെടുക്കുക. കലക്കിയെടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദോശമാവിൻ്റെ പരുവത്തിൽ ഇത് വരാൻ പാടുള്ളൂ. കൂടുതലങ്ങ് അഴഞ്ഞു പോകണ്ട, കൂടുതലിട്ട് കട്ട് ചെയ്യാനും പാടില്ല. ദോശമാവിൻ്റെ പരുവത്തിൽ നമ്മൾ കട്ടയില്ലാതെ ഇത് കലക്കിയെടുക്കുക. കട്ടയില്ലാതെ കലക്കിയെടുത്ത ശേഷം നമ്മൾ സ്റ്റൗ കത്തിച്ച ശേഷം ചീനച്ചട്ടി അടപ്പിൽ വെക്കുക. ചട്ടി നന്നായി ചൂടായ ശേഷം നമ്മൾ എണ്ണ ഒഴിക്കുക. ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വേണം എണ്ണ ഒഴിക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഓരോ പപ്പടം എടുത്ത് ഈ മാവിനകത്ത് മുക്കി നേരെ തിളച്ച് കിടക്കുന്ന എണ്ണയിലേക്ക് ഇടുക. ഇത് ശരിക്കും പറഞ്ഞാൽ പപ്പടവട ഉണ്ടാക്കുന്ന പപ്പടം അല്ല കേട്ടോ. ഇത് പപ്പടവട ഉണ്ടാക്കാൻ സ്പെഷ്യലായിട്ടുള്ള പപ്പടമുണ്ട്. നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി എടുക്കുന്ന പപ്പടമാണ്. എൻ്റെ ആ പപ്പടം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ പപ്പടം എടുത്തതാണ്. ഇച്ചിരി ടേസ്റ്റിന് കുറവൊന്നും ഉണ്ടാവില്ല, പൊങ്ങിപ്പോകും സംഭവം. അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. പപ്പടവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. ഞങ്ങൾ ആ കൂടെ 2 പേരുള്ളൂ, അതുകൊണ്ട് കുറച്ചുണ്ടാക്കിയാൽ മതി. പപ്പടവട എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്കൊരു കട്ടൻ ചായ കൂട്ടി അത് കുടിക്കാം. കട്ടൻ ചായയാണ് അതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ. അപ്പോൾ വൈകുന്നേരത്തെ 4 മണി പലഹാരം പപ്പടവട ആൻഡ് കട്ടൻ കാപ്പി. നിങ്ങൾ പോരുന്നു എൻ്റെ കൂടെ ഇത് കഴിക്കാൻ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ഗുഡ് ബൈ.